ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എന്ത് ബഹള പാടായത്? ഷാപ്പിൽ ഇരുന്നാ കേക്കാരുന്നല്ലോ. ഷാപ്പാ? അല്ല, സ്റ്റോപ്പിൽ നിന്നാ കേക്കാരുന്നല്ലോ. സാർ നമസ്തേ. വലിച്ചങ്ങ് കീറിക്കണം. എല്ലാരും ഒക്കെ ഉണ്ടോടാ? ഞാൻ നീങ്ങിരുന്ന നീ വന്നിരുന്ന് പഠിപ്പിക്കൂ ഇവിടെ. സാർ തള്ളുന്നു. എടി സുശീലെ തള്ളാതെ. ആകെപ്പാടെ ഒരു ബെഞ്ചും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കോണം. മര്യാദക്ക് അവിടെ ഇരുന്നോണം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യും. ഈ സാർ കല്യാണം കഴിച്ചാണ്? നീയൊക്കെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ വന്നാണോ അതോ പഠിക്കാൻ വന്നോ? മര്യാദക്ക് അവിടെ ഇരുന്നോണം. എല്ലാരും ഒക്കെ വന്നിട്ടുണ്ടോടാ? കുറച്ചെല്ലാം വന്ന്. അന്ത് ബാക്കിയുള്ളവരെ ഞാൻ കൊണ്ടുവരണോ? ഹാജര് വിളിക്കാൻ പോണേ, വിളി കേട്ടോണം കേട്ടല്ലോ. നിയാസ്. ഹാജരല്ലടാ, മുസ്ലിയാര്. കറക്റ്റായിട്ട് കൊണ്ട് പറയടാ. രാധാമണി. രാധാമണിയെ ഹാജര് വിളിക്കുമ്പോ നിന്റെ പാട്ടും കൂത്തും ഒന്നും വേണ്ട കേട്ടോ. പ്രതാപൻ. 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 ഹലോ. ക്ലാസ്സിൽ വന്നില്ലല്ലോ. എന്താ ഹാജര് വിളിക്കുമ്പോ കറക്റ്റായിട്ടവൻ വിളിച്ചു പറഞ്ഞിരിക്കും. വരവ് വെച്ചിരിക്കുന്നു കേട്ടോ. ശരിയാളിയാ. എന്തിനു പിള്ളേരാടാ ഇത്? ഉഷാപ്പി നായർ പ്രസവിച്ചടക്കിയ എപ്പോ? അല്ല, അവിടെ അമ്മ. ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഇന്നലെ ഒരു കുഴപ്പമില്ലാതെ വന്ന പെങ്കൊച്ച. അവിടെ അമ്മ പ്രസവിച്ച് കിടക്കുന്നതിന് അവക്കെന്താടാ കാര്യം? അവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് കൂടെ കൊടുക്കണോ? 2, 2, 3, 4 ദിവസത്തെ അവധി ഞാൻ കൊടുക്കാം. പക്ഷെ അവിടെ അമ്മയോട് പറയണം പഠിപ്പുള്ള ദിവസങ്ങളിൽ പ്രസവിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അയ്യോ, നീ പ്രസന്റ് ആണ്. നീ പ്രസന്റ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇന്നത്തെ പീരീഡ് കഴിയും. അതുകൊണ്ടാ മോൻ അവിടെ ഇരുന്നോ കേട്ടോ. ആഹാ, ഹാജരും വിളിച്ച് ക്ലാസ്സും തുടങ്ങി. ഒരുത്തം വരുന്ന വരവ് കണ്ട. വാടാ ഞാൻ. ഓടി സാർ ഇന്നലെ വന്നില്ലല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ വരാത്തതാണ് കുഴപ്പമായതല്ലേ? നീ എന്തെങ്കിലും സമയത്തിന് വന്നിട്ടുണ്ടോടാ? ഞാനെന്ന് സമയത്ത് തന്നെ. സമയത്തിന് വന്നിട്ടില്ല. സമയത്താ വരുന്ന. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞറിയാമോ? അത് സമയല്ലേ? എന്ത് പടാ ഇത്? യൂണിഫോം. അവന്റെ യൂണിഫോം കണ്ടോ? നേരെ പിടിച്ചിട്രാ. അമ്മ ഇട്ടു. ഇതെന്താണ്? ബട്ടൺസ് ഇല്ല, കെട്ടിവെക്ക. അതാ നല്ലത്. അതൊക്കെ കുമ്പളങ്ങ പോലെ ഒരു വയറ് കൊണ്ട് കുത്തി അങ്ങ് പൊട്ടിച്ചോണം കേട്ടോ. നിന്റെ സ്ലേറ്റ് എവിടെ പോയടാ? ഇതെന്തോടാ, ജനലിന്റെ ഫ്രെയിമോ? ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്ത്? ഇന്നലെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടി. അപ്പൊ അമ്മയുടെ തത്തിന്റെ തലക്കടിച്ചു. നിന്റെ അച്ഛന്റെ തല ഒരു പരിവായി കാണുമല്ലോ. 18 തയ്യലുണ്ട്. ആണോ? നിന്റെ അച്ഛനോട് പറ ഒരു തയ്യക്കട അങ്ങോട്ട് തുടങ്ങാൻ. 18 തയ്യലുണ്ടെന്ന്. ഇവിടുന്ന ബോർഡ് എന്താടാ? ഇവിടുന്ന ബോർഡ് എന്തേ? പെമ്പിള്ളേരുടെ മൂത്രപ്പുരയ്ക്ക് കഥയില്ല. അതെടുത്ത് അവിടെ കൊണ്ടുവച്ച്. നിന്റെയൊക്കെ മൂത്രപ്പുരയുടെ വാതിലങ്ങോട്ട് എടുത്തു വെച്ചാൽ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് വേണം. എടാ, ഒരു നാണക്കാരൻ വന്നേക്കുന്നു. 21ാമത്തെ പാഠം എടുത്ത് വായിക്ക, എളുപ്പാട്ടെ. എന്തുവാടാ ബ്രഷ് മുക്കി പെയിന്റ് അടിക്കുന്നു? അതിനകത്തങ്ങ് വെച്ച് തൂക്കാതെ. അത് പഠിക്കാനുള്ള പുസ്തകമാണ് കേട്ടല്ലോ. ഒന്നും വെച്ച് തൂക്കരുത്. വായിക്കും. വായിക്കട്ടെ. ആദ്യം തൊട്ടാണ്? അല്ലടാ, അവസാനം വായിക്കടാ. തൊട്ട് പാഠം 21. പാഠം 21. പാഠം 21. പാഠം 21. പാഠം 21. പാഠം 21. പാഠം ഇപ്പൊ 63 ആയല്ലോ. പാഠം വായിക്കണ്ട, ബാക്കി താഴോട്ട് വായിക്ക. എന്താ പാ മാത്രമേ ഉള്ളൂ, തലേണിയൊന്നും ഇല്ലേ? എന്താ അക്ഷരം ഇല്ലടാ? എന്നാ പിന്നെ വായിക്കങ്ങോട്ട്. പാഠം 21 കക്ക. പാഠം 21 കക്ക. എടാ, ഞാൻ പറഞ്ഞു അക്ഷരം നോക്കി പുസ്തകം നോക്കി വ്യക്തമായിട്ട് വായിക്കണം കേട്ടാ. പാഠം 21 കക്ക. ഞാൻ വായിച്ചു തരാം, കറക്റ്റായിട്ട് കേട്ടോണം കേട്ടോ. പാഠം 21 കക്ക. മക്കളെ, നമ്മുടെ സർക്കാർ ബസ് അടിക്കുന്ന പുസ്തകമാണ്. അക്ഷരത്തെറ്റോരും അപ്പുറത്തൊരു ദീർഘോട്. അപ്പോഴെങ്ങനെ വായിക്കും? കാക്ക. ആ കാക്കയെല്ലാം കൂടെ അങ്ങ് പറന്നു പോയി കാണുമല്ലോ. ഇവിടെ കേട്ടാ മതി, പതുക്കെ വായിക്കും. എന്താ മുയലിരുന്നു പ്രാർത്ഥിക്കുന്നു? എനിക്ക് കേക്കണം, നിന്റെ മനസ്സിൽ പഠിച്ചാ പോരാ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടറല്ല, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞ്. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞുണ്ടോ? എന്തുവാടാ ഇത്? ബട്ടൺസ് പൊട്ടിപ്പോയി. ബട്ടൺസ് ഒന്നും ഇല്ലാതാണോ ഇങ്ങോട്ട് വന്നത്? ശശിയല്ലേ ഒരു പിന്നേരും.
ഇനി ശശികലയുടെ കയ്യിൽ നിന്ന് പിന്നെ മേടിച്ചിട്ട് വേണം അവൾ ഉടുതുണി ഇല്ലാതെ വടക്ക് നടക്കാൻ. അതൊന്നും വേണ്ട. നാളെ ഒരു ആണി അടിച്ചു വെക്കണം, അല്ലെങ്കിൽ ഒരു കയറെങ്കിലും കെട്ടി വെച്ചോണം. വായിക്കങ്ങോട്ട്. കുഞ്ഞു നീറ്റ് കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ. കഞ്ഞാ കുഞ്ഞായോ? കുഞ്ഞേ കുഞ്ഞേ. എന്താടാ വയറുവേദന എടുക്കുന്നുണ്ടോ? ഇല്ല. ഉറുമ്പ് അടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ നിന്റെ കുഴപ്പം? മൂത്രം ഒഴിക്കണം. ഇതാണ് അവന്റെ കുഴപ്പം. എപ്പോ പാഠപുസ്തകം വായിക്കാൻ വിളിച്ചാൽ അപ്പം മൂത്രം ഒഴിക്കണം. ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. വായിക്കണം അങ്ങോട്ട്. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ? പുസ്തകത്ത് തുടക്കാതെ. അയ്യേ പുസ്തകത്ത് തുടക്കാതെ. ഈ പീരീഡ് കഴിയുമ്പോ മണ്ണ് വാരിയിട്ടണം കേട്ടാ. അല്ല ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ ക്ലാസ്സിലോട്ട് തെറ്റിവിട്ടെ. പോട്ടെ പോട്ടെ. പഠിക്കുന്നു പുസ്തകത്ത് തൂക്കെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞാ കുഞ്ഞാ നീ തരുമോ? നിന്നോട് കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ലേ നെയ്യപ്പം? അയ്യോ കാക്കയെ പറിച്ചോ. അയ്യോ കാക്കയെ പറിച്ചോ. ഇതാ ഞാൻ പറഞ്ഞു അക്ഷരം നോക്കി പുസ്തകം നോക്കി വ്യക്തമായിട്ട് വായിക്കണമെന്ന് കേട്ടോ. അയ്യോ കാക്കയെ പറിച്ചോ കേട്ടോ. അയ്യോ കാക്കയെ മക്കളെ ഞാൻ പറഞ്ഞു നമ്മുടെ സർക്കാർ പ്രസ് അടിക്കുന്ന പുസ്തകമാണ്. അക്ഷരത്തെറ്റൊക്കെ വരും. അപ്പുറത്ത് റായുടെ അപ്പോഴെങ്ങനെ വായിക്കും? അയ്യോ കാക്ക അയ്യോ കാക്കെ പറച്ചു. എടാ അയ്യോ കാക്കയെ പറ്റിച്ചോ. അയ്യോ കാക്കയെ പറ്റിച്ചോ. തൊട്ട് വായിക്ക്. 21 കാക്ക. മോൻ കാക്കയെ കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെ ഇരിക്കും? കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു പാൻ കാർഡ്, ATM കാർഡും തിരിച്ചൽ കാർഡും. അതേത് കാക്കയ്ക്കാടാ? സുലൈമാൻ കാക്ക. റേഷൻ കാർഡും പാസ്പോർട്ടും ഉണ്ട് കേട്ടോ. കേട്ടോ അത് നീ വെട്ടി കുറച്ചോ. എടാ സുലൈമാൻ കാക്കയുടെ പാൻ കാർഡും തിരക്കി കിടക്കുന്നു. എടാ പറന്ന് നടക്കുന്ന കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു ചുണ്ട്. ചുണ്ടല്ല ചുണ്ട്. 2 കണ്ണ്. ഒരു ശറവല്. ഒരു ശറവലോ? അല്ല 1.5 ശറവല്. അന്ന് കാക്ക വികലാംഗനാടോ? 1.5 ശറവലോ? 2 ശറവല്. ശരവലും ചിരട്ടൊന്നുമല്ല. 2 ചിറകുകൾ. 2 കാല്.